കോൺഗ്രൻ്റ് ക്ലാസസ് എന്താ നോക്കാം. അത് നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിന്, എല്ലാ ഇൻറ്റിജേഴ്സിനും, അതായത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്, സീറോ, ഇതിനെല്ലാം നമ്മൾ നോൺ എംപ്റ്റി ആയിട്ടുള്ള പെയർ വൈ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതായത് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റുകൾ, അതിൻ്റെ എല്ലാം കൂടി യൂണിയൻ എടുത്താൽ സെറ്റ് തന്നെ കിട്ടണം. അതെങ്ങനെയാണ് നമ്മൾ ആക്കുന്നത് വെച്ചാൽ അതാണ് ഇനി പറയുന്നത്. ഇതിനെയാണ് നമ്മൾ കോൺഗ്രൻ്റ് ക്ലാസസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് ആർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലാസ് ആർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതിൽ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ദാറ്റ് ഹാവ് their least residue, that have R as their least residue modulo m. m ആണ് അതിൻ്റെ അതായത് ഒരു ഇൻറ്റിജറിനെ നിങ്ങൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന ലീസ്റ്റ് റെസിഡ്യൂ ആറാണെങ്കിൽ അത് ക്ലാസ് ആറാണെന്ന് പറയും. ആ സെറ്റിനെ, അങ്ങനത്തെ ആ ഇൻറ്റിജേഴ്സിൻ്റെ എല്ലാ കളക്ഷനെ നമ്മൾ ക്ലാസ് ആറാണെന്ന് പറയും. അങ്ങനെ അല്ലെങ്കിൽ ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ദാറ്റ് ഹാവ് എ റിമൈൻഡർ ആർ വെൻ ഡിവൈഡഡ് ബൈ എം. അപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ എം ഈക്വൽ ടു 5 ആകുമ്പോൾ വരുന്ന കോൺഗ്രൻ്റ് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മോഡുലോ 5 ഒന്ന് സീറോ ക്ലാസ്സാണ്. സീറോ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇൻറ്റിജറിനെയാണോ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോൾ സീറോ കിട്ടുന്ന ഇൻറ്റിജേഴ്സ് ആണ് ആ സെറ്റിൽ ഉണ്ടാവുക. അതായത് -15, -10, -5, 0, 5, 10 എക്സെട്ര. അതായത് സെറ്റ് ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 ഉണ്ടാവുക അതിൽ. ഇനി ക്ലാസ് 1 എന്ന് പറഞ്ഞാലോ ആ സെറ്റിൽ ഉണ്ടാവുക നിങ്ങൾ ഏതൊക്കെ ഇൻറ്റിജേഴ്സിനെയാണോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നത് ആ നമ്പേഴ്സ്. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 5 + 1 ആണ് ഇതിലുണ്ടാവുക. ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾ നോക്കിയാൽ മൾട്ടിപ്പിൾസ് ഓഫ് 5 + 1, അതായത് -9, -4, 1, 6, 11 എക്സെട്ര 16 ഇങ്ങനെ വരും. അതൊക്കെ മൾട്ടിപ്പിൾസ് ഓഫ് 5 + 1 ആണ് ഉണ്ടാവുക. ആ നമ്പേഴ്സൊക്കെ ആ ഫോമിലാണ്. ഇനി ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് 5 + 2 ആണ് ഇതിൽ വരുന്നത്. മൾട്ടിപ്പിൾസ് ഓഫ് 5 + 2 ആണ് ഇതിൽ വരുന്നത്. -8, -3, 2, 7, 12 എക്സെട്ര. ഈ നമ്പേഴ്സാണ് ക്ലാസ് 2 റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഇനി ക്ലാസ് 3 കോൺഗ്രൻ്റ് ക്ലാസ് ക്ലാസ് 3 മോഡുലോ 5 എന്നാണ് ഇത് വായിക്കുക. അതിൽ -7, -2, 3, 8, 13 എക്സെട്ര. ഇപ്പം നെഗറ്റീവ് സൈഡിലേക്കും പോസിറ്റീവ് സൈഡിലേക്കും ഇങ്ങനെ പോകും. ഇൻഫിനിറ്റ് സെറ്റാണിത്. ഇതിൽ മൾട്ടിപ്പിൾസ് ഓഫ് 5 + 3 ആണ് ഇതിലുണ്ടാവുക. അടുത്തത് ക്ലാസ് 4 എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, എം കൊണ്ട്, എം എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4 ആണെന്നർത്ഥം. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 5 + 4 ആണിത്. പിന്നെ അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇതൊക്കെ ഡിസ്ജോയിൻ്റാണ്. ഈ ക്ലാസ്സുകളൊക്കെ ഡിസ്ജോയിൻ്റ് ക്ലാസ്സുകളാണ്. ഒന്നിലുള്ള ഒരു എലമെൻറ്റും വേറെ ഒന്നിലുണ്ടാവില്ല. ക്ലാസ് 0 ക്ലാസ് 1 ഡിസ്ജോയിൻ്റ് ആണ്, 0 2 ഡിസ്ജോയിൻ്റ് ആണ്, 0 3 ഡിസ്ജോയിൻ്റ് ആണ്, പിന്നെ 0 4 ഡിസ്ജോയിൻ്റ് ആണ്, 0 പിന്നെ 1 2 ഡിസ്ജോയിൻ്റ്, 1 3 ഡിസ്ജോയിൻ്റ്, 1 4 ഡിസ്ജോയിൻ്റ്, ക്ലാസ് 2 ക്ലാസ് 3 ഡിസ്ജോയിൻ്റ്, ക്ലാസ് 2 ക്ലാസ് 4 ഡിസ്ജോയിൻ്റ്, ക്ലാസ് 3 ക്ലാസ് 4 ഡിസ്ജോയിൻ്റ്. ഇതൊക്കെ ഡിസ്ജോയിൻ്റ്. വേറെ പ്രത്യേകത, ഇതിൻ്റെ ഒക്കെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് കിട്ടും. അതായത് നിങ്ങൾ ഏത് ഇൻറ്റിജർ എടുത്താലും ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വരും എന്നർത്ഥം. ഏത് ഇൻറ്റിജർ എടുത്താലും, അതായത് ഏത് ഇൻറ്റിജറിനെ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 മുതൽ 5 വരെയുള്ള ഏതെങ്കിലും ഒരു റിമൈൻഡർ കിട്ടുന്ന തന്നെയാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ഈ റിമാർക്ക്, 2 integers belong to the same class if and only if they leave the same remainder when divided by m. അപ്പോൾ ഇത് ഈ ഡെഫിനിഷൻ തന്നെ വരുന്നതാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് ഇൻറ്റിജർ ഒരേ ക്ലാസ്സിലാണെന്ന് പറഞ്ഞാൽ അർത്ഥം ആ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ക്ലാസ്സിലുള്ള ഏത് നമ്പറിനെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം
ഒരു ഒരു ഇൻറ്റിജർ കിട്ടുന്നു, അതിനെയാണ് ആ ക്ലാസ് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റിജർ ഒരു ക്ലാസ്സിലാന്ന് പറഞ്ഞ അർത്ഥം ആ 2 ഇൻറ്റിജറിനെ നിങ്ങൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേ റിമൈൻഡർ കിട്ടുന്നു എന്നർത്ഥം. അതാണ് ഈ റിമാർക്കായിട്ട് എഴുതിയത്. ഇപ്പോൾ അതിന് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിളാണിത്. അപ്പോൾ -4ഉം 6ഉം നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. -4നെയും 6നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. -4നെയും 6നെയും 5, കാരണം ഇതൊക്കെ 6 എന്ന് പറഞ്ഞാൽ 5 + 1 ആണ്. ഈ -4 എന്നുള്ളത് നിങ്ങൾ -4 കോൺഗ്രുവൻ്റ് ടു 1 mod 5 ആണ്. അതായത് -1 × 5 + 1 -1 × 5 + 1 ആണ് -4 എന്നർത്ഥം. അപ്പോൾ എന്തായാലും ഇത് രണ്ടും, കാരണം നമ്മൾ റിമൈൻഡർ എപ്പോഴും 0ൻ്റെയും 5 കൊണ്ടല്ല ഡിവൈഡ് ചെയ്യുന്നത്, 0 മുതൽ 4 വരെയുള്ള ഒരു നമ്പർ ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ റിമൈൻഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ മാറ്റേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ -4 കിട്ടാൻ വേണ്ടി -1 × 5 + 1 എഴുതേണ്ടി വരും. അപ്പോൾ -4ഉം 6ഉം ഒരേ ക്ലാസ്സിലാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഈ ക്ലാസ്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് മുമ്പത്തെ ഇത് ക്ലാസ് 6 എന്ന് പറഞ്ഞാൽ 6 റിമൈൻഡർ ആയിരുന്നു, അങ്ങനെ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ 0 ക്ലാസ് എടുക്കുകയാണെങ്കിൽ ക്ലാസ് -10 എന്ന് പറഞ്ഞാലും ക്ലാസ് 0 തന്നെയാണ്, ക്ലാസ് 5 എന്ന് പറഞ്ഞാലും ക്ലാസ് 0 തന്നെയാണ്, ക്ലാസ് 2 എന്ന് പറഞ്ഞാലും ക്ലാസ് 7 എന്ന് പറഞ്ഞാലും ക്ലാസ് 2 തന്നെയാണ്, ക്ലാസ് 8 എന്ന് പറഞ്ഞാലും ക്ലാസ് 3 ആണ്, ക്ലാസ് -1 എന്ന് പറഞ്ഞാലും ക്ലാസ് 4 തന്നെയാണ്. അപ്പോൾ അത് ഒരു നമ്പറിന് ഉപയോഗിച്ച് ഇതൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. റെപ്രസെൻറ്റേറ്റീവ് ഉപയോഗിച്ച് ആ ക്ലാസ്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. നിങ്ങൾ ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ, ആകെ നേരത്തെ എക്സാമ്പിൾ കണ്ടാൽ ആകെ 5 ക്ലാസ് ഉള്ളത്, ഓരോന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവാണ് എടുക്കുന്നത്. ഈ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കലക്ഷനെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ എന്ന് പറയും. ഈ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കലക്ഷനെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ എന്ന് പറയും. അതായത് നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കാം. m=5 എന്ന് പറഞ്ഞ കേസിൽ 0th ക്ലാസ്സിൽ നിങ്ങൾ 10 ഒരു റെപ്രസെൻറ്റേറ്റീവായി എടുക്കുന്നു, 1 ക്ലാസ്സിൽ നിങ്ങൾ -4 റെപ്രസെൻറ്റേറ്റീവായി എടുക്കുന്നു, ക്ലാസ് 2ൽ 2 തന്നെ റെപ്രസെൻറ്റേറ്റീവായി എടുക്കുന്നു, ക്ലാസ് 3ൽ -7 റെപ്രസെൻറ്റേറ്റീവായി എടുക്കുന്നു, ക്ലാസ് 4ൽ 9 റെപ്രസെൻറ്റേറ്റീവായി എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 10 -4 2 -7 9 ഇത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ 5 ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നിനെയും നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ 0 മുതൽ 4 വരെയുള്ള ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ആയിരിക്കും. ആകെ ഇവിടെ 5 നമ്പേഴ്സുള്ള, ഇപ്പോൾ 0 മുതൽ 5 വരെയുള്ള ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ആയിരിക്കും. ഇനി അപ്പോൾ അത് നിങ്ങൾ ഡിഫൈൻ ചെയ്തു. ഇവിടെ അതിൻ്റെ ഡെഫിനിഷനാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്, എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ എം. അപ്പോൾ ഇതിൽ m ഇൻറ്റിജേഴ്സ് ഉണ്ടായിരിക്കണം. m ഇൻറ്റിജേഴ്സ് നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന്, അതായത് ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു മെമ്പർ എക്സാക്ട്ലി വൺസ് മാത്രമേ ഇതിലുണ്ടായിരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള A1 A2 എക്സെട്ര AM ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ M എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും നമ്മൾ A1 കോൺഗ്രുവൻ്റ് നോക്കുക, എമ്മുമായിട്ടുള്ള കോൺഗ്രുവൻസ് നോക്കുക, A2 നോക്കുക, AM നോക്കുക, ഒക്കെ ലീസ്റ്റ് റെസിഡ്യൂ ആയിട്ട് നമ്മൾ കോൺഗ്രുവൻസ് നോക്കുകയാണെങ്കിൽ അത് ഓരോന്നിൻ്റെയും ലീസ്റ്റ് റെസിഡ്യൂ
0 മുതൽ m-1 വരെയുള്ള m നമ്പേഴ്സ് ഏതെങ്കിലും ഒന്നായിരിക്കും. അതിലെല്ലാം വരും വേണം, പല പല ഓർഡറിലായിരിക്കും വരിക എന്നുള്ളൂ. ഉദാഹരണമായിട്ട് -12, 9, 6, 23 നിങ്ങൾ മോഡുലോ 4 ആണ്, 4 നമ്പേഴ്സാണുള്ളത്, മോഡുലോ 4 ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം -12 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ -12 കോൺഗ്രുവൻറ്റ് 0 മോഡ് 4. 9 എന്ന് പറയുന്നത് 9 - 1 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ 9 കോൺഗ്രുവൻറ്റ് 1 മോഡ് 4. 6 - 2 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ 6 കോൺഗ്രുവൻറ്റ് 2 മോഡ് 4. 23 - 3 എന്നുള്ളത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ 23 കോൺഗ്രുവൻറ്റ് 3 മോഡ് 4. അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ 4 ആണ്. കാരണം ഇതിലുള്ള എല്ലാ നമ്പേഴ്സും 0 മുതൽ 3 വരെയുള്ള m-1 വരെ എന്നാണ് പറഞ്ഞത്, ഇവരുള്ള നമ്പേഴ്സുമായിട്ട് കോൺഗ്രുവൻ്റ് ആണ്. ഇനി അടുത്ത ഈ റിസൾട്ടുകൾ, അതായത് കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില ബേസിക് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ 2 എണ്ണം ആദ്യം പറയാം. അപ്പോൾ A കോൺഗ്രുവൻ്റ് ടു B മോഡ് എമ്മും C കോൺഗ്രുവൻ്റ് ടു D മോഡ് എമ്മും ആണെങ്കിൽ നമുക്ക് നമ്മൾ നമ്പർ ആഡ് ചെയ്യും പോലെ കോൺഗ്രുവൻസ് ആഡ് ചെയ്യാം. അപ്പോൾ എയും സിയും ആഡ് ചെയ്യുക ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, ബിയും ഡിയും ആഡ് ചെയ്യുക റൈറ്റ് ഹാൻഡ് സൈഡിൽ. അങ്ങനെയാണ് ഈ കോൺഗ്രുവൻസ് A + C കോൺഗ്രുവൻ്റ് ടു B + D മോഡ് എം എന്നുള്ളത് ശരിയാണ്. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ അതേപോലെ AC കോൺഗ്രുവൻ്റ് ടു BD മോഡ് എം എന്നുള്ളതും ശരിയാണ്. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്ത് നോക്കാം. A കോൺഗ്രുവൻ്റ് ടു B മോഡ് എം എന്നും C കോൺഗ്രുവൻ്റ് ടു D മോഡ് എം എന്നും പറഞ്ഞാൽ നമ്മുടെ ഡെഫിനേഷൻ, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഡെഫിനേഷൻ അനുസരിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയ കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് ഡെഫിനേഷൻ എന്ന് പറയാം A ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഒരു റിസൾട്ടായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് A കോൺഗ്രുവൻ്റ് ടു B മോഡ് എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് A ഈസ് ഈക്വൽ ടു B + LM ഫോർ സം ഇൻറ്റിജർ L. അതേപോലെ C കോൺഗ്രുവൻ്റ് ടു D മോഡ് എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് C ഈക്വൽ ടു D + KM ഫോർ സം ഇൻറ്റിജർ K. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ A എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഈ 2 ഇക്വേഷൻ ആഡ് ചെയ്യാം. ഈ A എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയുള്ള 2 സബ് ഇക്വേഷൻസ്, ഇത് 2 ആഡ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് A + C വരും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് B + LM + D + KM, ദറ്റ് ഈസ് B + D L + KM. ഈ L + K എന്ന് പറയുന്നത് നമ്മളൊരു നമ്പർ, ഒരു ഇൻറ്റിജർ വേറെ ഒരു S എന്ന് പറയുന്ന ഇൻറ്റിജർ എടുത്താൽ B + D SM വരും. അപ്പം വീണ്ടും കോൺഗ്രുവൻസിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ചിട്ട് ദിസ് ഈസ് കോൺഗ്രുവൻ്റ് ടു A + C കോൺഗ്രുവൻ്റ് ടു A + C കോൺഗ്രുവൻ്റ് ടു B + D മോഡ് എം എന്ന് കിട്ടും. അതേപോലെ നമ്മൾ പ്രൊഡക്റ്റ് എടുത്താൽ AC - BD നോക്കാം. അപ്പോൾ AC - BD ഈക്വൽ ടു, അപ്പോൾ AC - BD നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ -BC എന്നുള്ള, അല്ലെങ്കിൽ BC ആഡ് ചെയ്യുകയും ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പം AC - BD എന്നുള്ള C × A - B + B × C - D എന്ന് കിട്ടും. C × LM, A - B LM ആണ്. അപ്പോൾ B × KM. അപ്പോൾ കാരണം നമ്മുടെ C - D എന്ന് പറയുന്നത് KM. അപ്പോൾ നമ്മൾ ഇക്വേഷൻ A ഉപയോഗിച്ചു. അപ്പോൾ CL + BM BK M എന്ന് വരും. അപ്പോൾ അത് മൾട്ടിപ്പിൾ ഓഫ് M ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടി AC ഈക്വൽ ടു BD + CL + BKM എന്ന് കിട്ടി. അതായത് AC കോൺഗ്രുവൻ്റ് ടു BD മോഡ് എം. അതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 17 കോൺഗ്രുവൻ്റ് ടു -4 മോഡ് 3യും 28 കോൺഗ്രുവൻ്റ് ടു 7 മോഡ് 3യും. അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്താൽ 45 കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺഗ്രുവൻ്റ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. 45 കോൺഗ്രുവൻ്റ് ടു 3 മോഡ് 3 എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇതിവിടെ ശരിയാവുന്നുണ്ട്. അതേപോലെ 17 × 28 476 -4 × 7 -28. അപ്പോൾ 476 കോൺഗ്രുവൻ്റ് ടു 28 -28 മോഡ് 3 അത് ശരിയാണ്. കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ
504 എന്ന് കിട്ടുക. 504 3ൻ്റെ മൾട്ടിപ്പിളാണ്. 3 × 168. ഇനി അടുത്ത ഒരു എക്സാമ്പിള്. ഇനി നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, പല രീതിയിലുള്ള പ്രോബ്ലം നമുക്ക് കോൺഗ്രൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. നമ്മൾ നേരിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലംസാണിത്. അതിലൊന്നാണ് ഈ എക്സാമ്പിൾ 4.4 കാണാനുള്ളത്. അതായത് നിങ്ങൾ 1 മുതൽ 100 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ അങ്ങനെ പോയിട്ട് 100 ഫാക്ടോറിയൽ വരെയുള്ള നമ്പറുകളെ ആഡ് ചെയ്ത് അതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നേരിട്ട് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് റിമൈൻഡർ കാണുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കോൺഗ്രൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം 2 × 3 × 5 എന്നുള്ളത് 30 ആണ്. അതായത് അത് മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്, 15 ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 30 കോൺഗ്രുവൻ്റ് ടു 0 mod 15 എന്ന് എഴുതാൻ കഴിയും. 30 കോൺഗ്രുവൻ്റ് ടു 0 mod 15. അതായത് 30 എന്നുള്ളത് ഇറ്റ് ഈസ് എ ഫാക്ടർ ഓഫ് 15 ഫോർ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5ൽ, കാരണം k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആവുമ്പോൾ ഏത് ഫാക്ടോറിയലും, ഏത് k ഫാക്ടോറിയലിൻ്റെ 30 എന്ന് പറയുന്നത് k ഫാക്ടോറിയലിൻ്റെ ഫാക്ടറാണെന്ന് കേട്ടോ അവിടെ എഴുതിയത്. k ഫാക്ടോറിയലിൻ്റെ ഫാക്ടറാണ് ഫോർ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. കാരണം നമ്മൾ ഈ 2 × 3 × 5 എന്നുള്ളത് ഏത് k ഫാക്ടോറിയലും ഉണ്ടാവും, k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പോൾ 6 ഫാക്ടോറിയലിൽ 2 × 3 × 5 വരുന്നുണ്ട്. അതേപോലെ 6 ഫാക്ടോറിയൽ വരുന്നുണ്ട്, 7 ഫാക്ടോറിയൽ, അങ്ങനെ 100 ഫാക്ടോറിയൽ വരും. എല്ലാത്തിലും 2 × 3 × 5 വരുന്നുണ്ട്. അപ്പോൾ 30 എന്നുള്ളത് k ഫാക്ടോറിയലിൻ്റെ അപ്പോൾ ജനറലായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, k ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് ടു 0 mod 30. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 30 കോൺഗ്രുവൻ്റ് ടു 0 mod 15 ആണ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എഴുതി, k ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് ടു 0 mod 30. അപ്പോൾ 1 ഉം 2 ഉപയോഗിച്ചാൽ k ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് ടു 0 mod 15 എന്ന് കിട്ടും. കാരണം 30 എന്നുള്ളത് മൾട്ടിപ്പിൾ ഓഫ് 5ഉം k ഫാക്ടോറിയൽ എന്നുള്ള മൾട്ടിപ്പിൾ ഓഫ് 30 കിട്ടി. അപ്പോൾ 30 എന്നുള്ളത് മൾട്ടിപ്പിൾ ഓഫ് 15. അപ്പോൾ k ഫാക്ടോറിയൽ മൾട്ടിപ്പിൾ ഓഫ് 15 എന്ന് കിട്ടി. അപ്പോൾ പറയാൻ പറ്റുന്നൊരു കാര്യം 5 ഫാക്ടോറിയൽ, ഇപ്പോൾ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോഴത്തേക്ക് ശരിയായിട്ടുള്ളത്. ഇപ്പോൾ 5 ഫാക്ടോറിയൽ, 6 ഫാക്ടോറിയൽ, 10 ഫാക്ടോറിയൽ, ഇതൊക്കെ തന്നെ 15ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്യാം നമ്മൾ കംപ്ലീറ്റ്. 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഡ് 15 എടുക്കുകയാണെങ്കിൽ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് പിന്നെ ഉള്ളതൊക്കെ മൾട്ടിപ്പിൾ ഓഫ് 15 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ 0 വരിക. മോഡ് 15 ദറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് എ കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എം, പോലെ സി കോൺഗ്രുവൻ്റ് ടു ഡി മോഡ് എം. അപ്പോൾ അതിൻ്റെ സമ്മ് കോൺഗ്രുവൻ്റ് ആണെന്നുള്ള ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഇക്വേഷൻ എഴുതിയത്. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. അതായത് 1 ഫാക്ടോറിയൽ 1, 2 ഫാക്ടോറിയൽ 2, 3 ഫാക്ടോറിയൽ 6, 4 ഫാക്ടോറിയൽ 24. അതിന് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 33 കിട്ടും. അപ്പോൾ ഈ സം എന്ന് പറയുന്നത് 33 mod 15 ആണ്. അപ്പോൾ 33 കോൺഗ്രുവൻ്റ് ടു, അപ്പോൾ ഈ സം 33 കോൺഗ്രുവൻ്റ് ടു 33 mod 15. പക്ഷേ 33 നമുക്കറിയാം 3 mod 15. അപ്പോൾ നമ്മൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സമ്മേഷൻ k ഫാക്ടോറിയൽ k is equal to 1 to 100 കോൺഗ്രുവൻ്റ് ടു 3 mod 15 എന്ന് കിട്ടും. അപ്പോൾ ഈ സമ്മിനെ നിങ്ങൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ് എന്നർത്ഥം. ഇനി അടുത്ത പ്രോപ്പർട്ടി
ഈ സമ്മേഷൻ k = 1 to n k ഫാക്ടോറിയൽ ഒരു സ്ക്വയറായി വരുന്ന ഇത് ഒരു സ്ക്വയറായി വരുന്ന n നമ്മൾ കണ്ടുപിടിക്കാനാണ് ഈ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ പോസിറ്റീവ് ഇൻറ്റിജർ n ഫോർ വിച്ച് ദി സം ഈസ് എ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ സമ്മിനെ എസ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എസ് സ്ക്വയർ എസ് ഈസ് നോട്ട് എ സ്ക്വയർ ഫോർ k > 5 എന്നാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുക. അപ്പോൾ k > 5 k ഫാക്ടോറിയൽ കണ്ടെയ്ൻസ് 2 × 5. അത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ k > 5 ആകുമ്പോൾ അതിൽ 2 5 ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് k ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് ടു 0 mod 10 എന്ന് കിട്ടും. അതായത് 2 × 10 5 എന്ന് കിട്ടും. അതായത് k ഫാക്ടോറിയൽ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് കിട്ടും ഫോർ k > 5. അപ്പോൾ നിങ്ങൾ എസിനെ മോഡ് 10 എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രുവൻ്റ് ആയി വരുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എസ് ആണ്. കോൺഗ്രുവൻ്റ് ടു ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എസ് മോഡ് 10. അതായത് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് സമ്മേഷൻ k = 1 to n k ഫാക്ടോറിയൽ. ഇനി എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് സമ്മേഷൻ k = 1 to n k ഫാക്ടോറിയൽ നോക്കാം. മോഡ് 10 എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് കുറേ എണ്ണം 0 ആയതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് k ഫാക്ടോറിയൽ ഫോർ k > 5 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് സമ്മേഷൻ k = 1 to n ആദ്യത്തെ നമ്മൾ ആദ്യത്തെ k - 1 എണ്ണത്തിൽ മാത്രമേ നോൺ 0 ആയി വരുന്നുള്ളൂ. ബാക്കിയൊക്കെ 0 ആണ് ലാസ്റ്റ് ഡിജിറ്റ്, കാരണം 10 ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ എസിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 1 ഫാക്ടോറിയൽ + 2 ഫാക്ടോറിയൽ + 3 ഫാക്ടോറിയൽ + 4 ഫാക്ടോറിയലിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ എസ് എന്ന് പറയുന്നത് കോൺഗ്രുവൻ്റ് ടു 1 ഫാക്ടോറിയൽ + 2 ഫാക്ടോറിയൽ + 3 ഫാക്ടോറിയൽ + 4 ഫാക്ടോറിയൽ മോഡ് 10 ആയിരിക്കും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 33 കിട്ടും. 33 മോഡ് 10 വരും. ഇനി ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് അത് വൺസിൻ്റെ പൊസിഷൻ, ലാസ്റ്റ് ഡിജിറ്റ് ഉദ്ദേശിച്ചത് വൺസിൻ്റെ പൊസിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓഫ് എസ് ഈസ് 3 ഇഫ് n > 5. n > 5 ആകുമ്പോൾ ആ പൊസിഷനിലുള്ളത് 3 ആണ്. ഇനി n < 3 ആവുന്ന കേസ് നോക്കാം നമുക്ക്. n < 3 അല്ല, നമുക്ക് ഓരോന്നിൻ്റെ സ്ക്വയർ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ് വരിക നോക്കാം. 0ക്ക് 0 തന്നെയാണ് വരിക, 1ന് 1, 2ക്ക് 4 വരിക. 3ൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 4ൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 5ൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 6ൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 7ൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 8ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 9ൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പോൾ സ്ക്വയർ വരാൻ സാധ്യതയുള്ളത് 0, 1, 4, 5, 6, 9 ഇതൊക്കെയാണ് ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ്. അപ്പോൾ n > 5 ആകുമ്പം ലാസ്റ്റ് ഡിജിറ്റായി വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എസ് സ്ക്വയർ ആവില്ല. കാരണം എസിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് വരിക എന്ന് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എസിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് വരിക നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ 3 ആണ് വരിക നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. n > n > 5 എന്ന കേസിൽ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് വരിക. അപ്പോൾ
പക്ഷേ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടിയ, അപ്പോൾ അതൊന്നും സാധ്യമല്ല. അപ്പോൾ ഇനി n<5 ഏതെങ്കിലും നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. n<5 ആകുമ്പോൾ 4 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എസ് കണ്ടു. അതിൽ s=1 എന്ന് പറഞ്ഞാൽ 1² അവിടെ ശരിയായി വരുന്നുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയറായി വരുന്നുണ്ട്. അതേപോലെ n=3 എന്ന് പറഞ്ഞ കേസിൽ അതും ഒരു പെർഫെക്റ്റ് സ്ക്വയറായി വരുന്നത്. അപ്പോൾ n<5 എന്ന് പറഞ്ഞ കേസിൽ 2 അവസരത്തിൽ മാത്രമാണ് പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത്. n=1ലും n=3ലും 2 കേസിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ n പഠിക്കാനുള്ള കേസായിരുന്നു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഇൻറ്റിജർ എടുത്താലും ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവുന്ന 2 ഇൻറ്റിജറേ ഉള്ളൂ. അപ്പോൾ n=1 ആകുമ്പോഴും n=3 ആകുമ്പോഴാണ് അത് സാധിക്കുന്നത്. ഇനി അടുത്ത കൊറോളറി A congruent to B mod M, C congruent to D mod M. അപ്പോൾ A minus C congruent to B minus D mod M. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ A+Cക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. A congruent to B mod M ഉം C congruent to D mod M ആയതുകൊണ്ട് A=B plus Km, അതേപോലെ C=D plus Lm, where K, L belongs to set. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. A minus C congruent to B minus D plus K minus Lm. അതായത് A minus C is equal to B minus D plus Sm, where S equal to K minus L is an integer. അപ്പോൾ A minus C congruent to B minus D mod M അതാണ് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. അപ്പം 23 congruent to 13 mod 5, 30 congruent to -5 mod 5. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് -7 വരും. ഇപ്പുറത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 18 വരും. അപ്പോൾ -7 congruent to 18 mod 5 എന്നുള്ളത് ശരിയാണ്. ഇനി അടുത്ത കൊറോളറിയിൽ ഇതേപോലെ വേറെ ചില റിസൾട്ടുകൾ A congruent to B mod M ഉം C ഇൻറ്റിജർ ആകുമ്പം 2 ഭാഗത്തും നമുക്ക് ഒരേ നമ്പർ ആഡ് ചെയ്താലും കോൺഗ്രുവൻസിൽ മാറ്റം വരുന്നില്ല. A+C congruent to B+C mod M. അതേപോലെ നമുക്ക് ഒരേ സാധനം ഡിഫറൻസ് എടുക്കാം, ഒരേ സാധനം സബ്ട്രാക്ട് ചെയ്യാം 2 ഭാഗത്തും. A minus C congruent to B minus C mod M. അടുത്തത് AC 2 ഭാഗത്തും ഒരേ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ AC congruent to BC mod M. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ സ്ക്വയർ ആയിരിക്കും. A² കോൺഗ്രുവൻ്റ് ടു B² mod M. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇപ്പോൾ ഓരോന്നായിട്ട് പ്രൂവ് ചെയ്യുക. ആദ്യത്തേത് ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 സൈഡിലും C ആഡ് ചെയ്യാം. അതായത് A = B plus Km ആയിരുന്നുള്ളത്. C ആഡ് ചെയ്താൽ A+C congruent to B+C plus Km എന്ന് വരും. അതായത് A+C congruent to B+C mod M വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ A minus C = B minus C plus Km എന്ന് വരും. അപ്പോൾ A minus C congruent to B minus C mod M വരും. ഇനി 2 സൈഡിലും C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ A = B plus Km ൻ്റെ 2 സൈഡിലും C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ AC = BC plus KCM, AC = BC plus RM, KCക്ക് നിങ്ങൾ R എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം AC congruent to BC mod M എന്നാണ്. ഇനി നമുക്ക് സ്ക്വയർ ചെയ്ത് നോക്കാം. 4ാമത്തെ ഫൈനൽ റിസൾട്ട് കിട്ടാൻ വേണ്ടി സ്ക്വയർ ചെയ്ത് നോക്കാം. A² congruent to B² B plus Km whole square. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇനി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് A² = B² plus K² M² plus 2BKM എന്ന് വരും. അപ്പോൾ A² = B² plus M കോമൺ ആയിട്ടിരിക്കാം. K² M plus 2BK എന്ന് വരും. ദറ്റ് ഈസ് A² = B² plus MT. കാരണം നമ്മളിവിടെ T എടുത്തത് K² M plus 2BK അതൊരു ഇൻറ്റിജറാണ്.
അപ്പോൾ ഇങ്ങനെ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എം ടി എന്ന് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു ബി സ്ക്വയർ മോഡ് എം എന്നാണ്. അപ്പോൾ ഇനി 13 കോൺഗ്രുവൻറ്റ് ടു അതിൻ്റെ എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 എണ്ണത്തിൻ്റെ എക്സാമ്പിൾ. 19 കോൺഗ്രുവൻറ്റ് ടു 5 മോഡ് 7. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ 2 ഭാഗത്ത് 11 ആഡ് ചെയ്താൽ 30 കോൺഗ്രുവൻറ്റ് ടു 16 മോഡ് 7. അത് ശരിയാണ്, വെരിഫൈ ചെയ്തു. അതേപോലെ 19 കോൺഗ്രുവൻറ്റ് ടു 5 മോഡ് 7 2 ഭാഗത്തുനിന്ന് 11 സബ്ട്രാക്ട് ചെയ്താൽ 8 കോൺഗ്രുവൻറ്റ് ടു -6 മോഡ് 7 എന്ന് കിട്ടും. അതും ശരിയാണ്, നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി 11 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 209 കോൺഗ്രുവൻറ്റ് ടു 55 മോഡ് 7 അതും ശരിയാണെന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി സ്ക്വയർ എടുക്കുക. സ്ക്വയർ ഇപ്പുറത്ത് 361, ഇപ്പുറത്ത് 25. അതും നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 361 കോൺഗ്രുവൻറ്റ് ടു 25 മോഡ് 7 എന്നുള്ളത് ശരിയാവുന്നുണ്ടോ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മൾ ഓക്കെ ആക്കി. അപ്പോൾ ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന എക്സാമ്പിളുകളാണ്. അപ്പോൾ അടുത്ത തിയറത്തിൽ പറയുന്നത്, തിയറം 4.5 പറയുന്നത്, ഇവിടെ നമ്മുടെ ഈ തിയറം ഇപ്പം നമ്മൾ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എ ആണെങ്കിൽ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു ബി സ്ക്വയർ മോഡ് എം എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുക, അതായത് എ ക്യൂബ് കോൺഗ്രുവൻറ്റ് ടു ബി ക്യൂബ് മോഡ് എം, അങ്ങനെ എ റൈസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു ബി റൈസ് ടു എൻ മോഡ് എം വരെ ശരിയാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ n = 1 ആകുമ്പോൾ അത് ട്രിവിയലി ട്രൂ ആണ്. അപ്പോൾ ഇനി നമ്മൾ n = kക്ക് ഇത് തിയറം ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ തിയറം ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? എ പവർ കെ കോൺഗ്രുവൻറ്റ് ടു ബി പവർ കെ മോഡ് എം എന്ന് കിട്ടും. അപ്പം എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം, അതും എ പവർ കെ കോൺഗ്രുവൻറ്റ് ടു ബി പവർ കെ മോഡ് എം ഉപയോഗിച്ച് തൊട്ടുമ്പത്തെ തിയറത്തിൽ നമ്മൾ തിയറം 4.4 റിസൾട്ട്, അതായത് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എമ്മും സി കോൺഗ്രുവൻറ്റ് ടു ഡി മോഡ് എം ആണ് 2 ഭാഗത്തും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമെന്നല്ലേ. എ സി കോൺഗ്രുവൻറ്റ് ടു ബി ഡി മോഡ് എം എന്ന് കിട്ടിയില്ലേ, അതേപോലെ ഇവിടെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എ റൈസ് ടു കെ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു ബി റൈസ് ടു കെ പ്ലസ് 1 മോഡ് എം. അപ്പോൾ തിയറം n = k + 1 ശരിയാണ്. അപ്പോൾ തിയറം ഈസ് ട്രൂ ബൈ ഇൻഡക്ഷൻ. ഈ 4.4 അടുത്ത എക്സാമ്പിളിൽ പറയുന്നത് 19 റൈസ് ടു 19 നിങ്ങൾക്ക് സം ഓഫ് ക്യൂബ് ഓഫ് എൻ ഇൻറ്റിജർ ആൻഡ് 4th പവർ ഓഫ് അനദർ ഇൻറ്റിജർ ആക്കി എഴുതാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ പ്രൂഫ് കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ്. അങ്ങനെ കഴിയുമെന്ന് വിചാരിക്കുക. അങ്ങനെ 19 റൈസ് ടു 19 കഴിയുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു എക്സും വൈയും കണ്ടുപിടിക്കേണ്ടി വരും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് എക്സ് റൈസ് ടു 3 + y റൈസ് ടു 4 = 19 റൈസ് ടു 9 വരുന്ന രീതിയിൽ ഒരു എക്സും വൈയും കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിൽ തുടങ്ങാം. നമുക്കറിയാം 19 കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 13 ആണ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പവർ, അതായത് നിങ്ങൾ തിയറം 4.5 ഉപയോഗിക്കുന്നർത്ഥം 19 റൈസ് ടു 9 കോൺഗ്രുവൻറ്റ് ടു 6 റൈസ് ടു 19 മോഡ് 13. പക്ഷെ നമുക്കറിയാം 6² ഈസ് 36. അപ്പോൾ 36 കോൺഗ്രുവൻറ്റ് ടു -3 മോഡ് 13 ആണ്. 36ഉം 3 39 വരും. 39 എന്നുള്ളത് 13ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 6² കോൺഗ്രുവൻറ്റ് ടു -6 6² കോൺഗ്രുവൻറ്റ് ടു -3 മോഡ് 13. പക്ഷേ 6 ഇനി നിങ്ങൾ അതിൻ്റെ സ്ക്വയർ എടുക്കുക. 6 റൈസ് ടു 4 കോൺഗ്രുവൻറ്റ് ടു 9 മോഡ് 13 വരും. പക്ഷേ 9 എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു -4 മോഡ് 13 ആണ്. അപ്പോൾ 6 റൈസ് ടു 4 കോൺഗ്രുവൻറ്റ് ടു -4 മോഡ് 13 വരും. പക്ഷെ നമുക്കറിയാം 6² കോൺഗ്രുവൻറ്റ് ടു -3 മോഡ് 12 ആണെന്നറിയാം.
അപ്പോൾ 6⁻6 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6⁻6 കോൺഗ്രുവൻറ്റ് ടു 12 മോഡ് 13 വരും. അതായത് 6⁻6 കോൺഗ്രുവൻറ്റ് ടു -1 മോഡ്, കാരണം 12 എന്ന് പറഞ്ഞാൽ -1 ആണ്, മോഡ് 13. അപ്പോൾ 6⁻6 കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 13. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. കാരണം ഇനിയുള്ളതൊക്കെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിൾ ഫോമിൽ ഇതിലേക്ക് എത്തിച്ചത്. ഇതിന് മുകളിലോട്ട് പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ. അപ്പോൾ 19⁻9 എന്നുള്ളതിനെ 6⁻19 ആണ്. അപ്പോൾ അതിനെ നമ്മൾ 6⁻18 ഇൻറ്റു 6 എന്ന് എഴുതി. അതായത് 6⁻6 ഇൻറ്റു 3 ഇൻറ്റു 6⁻6 6⁻6 കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 13 ആണ്. അപ്പോൾ ഇവിടെ -1⁻3. അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഒക്കെയാണ്. അപ്പം -1³ ഇൻറ്റു 6 കോൺഗ്രുവൻറ്റ് മോഡ് 13 വരും. അപ്പം -6 മോഡ് 13 വരും. പക്ഷെ -6 മോഡ് 13 -6 കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 13 ആണെന്നറിയാം. -6 കോൺഗ്രുവൻറ്റ് ടു 7. അപ്പം 19⁻19 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് 7 എന്ന് കിട്ടി. ഇനി നിങ്ങൾ 1³ എല്ലാ നമ്പേഴ്സിൻ്റെയും പവറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കുക. അതേപോലെ ലാസ്റ്റ് ഡിജിറ്റ് അല്ല, 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് നോക്കുക. അതേപോലെ പവറിൻ്റെയും ഏത് ഇൻറ്റിജറിൻ്റെയും 4th പവറിൻ്റെയും 13 കൊണ്ട് അതിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള 4th പവറും റിമൈൻഡർ നമ്മൾ കാണുന്നു. ഇപ്പോൾ 1ന് അതായത് 1 തന്നെ വരും. 1³ എന്ന് പറഞ്ഞാൽ 1 തന്നെ, 1⁴ എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ അതിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 തന്നെയാണ് വരുന്നത്. 2³ 8, 2⁴ 16. ഇപ്പോൾ 13 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 8ഉം 3ഉം വരും. അങ്ങനെ നമ്മൾ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇതിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യൂബുകൾ x³ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഇതൊക്കെ സാധ്യതയുള്ളൂ. എക്സ് എന്ത് ഇൻറ്റീജർ ആയാലും 0 വരാം, 1 വരാം, 5 വരാം, 8 വരാം, 12 വരാം. ഇതല്ലാത്തൊരു സാധ്യതയില്ല. അതേപോലെ 4th പവർ എടുക്കുകയാണെങ്കിൽ 0, 1, 3, 9 ഇത് മാത്രമേ സാധ്യതയുള്ളൂ, വേറൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ x⁻3 + y³ എല്ലാ സാധ്യതകളും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ എല്ലാ സാധ്യതയും നോക്കണം. എക്സിന് റിമൈൻഡർ വരാനുള്ള എല്ലാ സാധ്യതകളും, അതേപോലെ വൈന് റിമൈൻഡർ വരാനുള്ള എല്ലാ സാധ്യത എടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും സാധ്യതകൾ 0, 1, 3 2ഉം കൂടി വരും. ഇവിടെ നമുക്കിവിടെ എഴുതി ചേർക്കാം. 2ഉം കൂടി ഒരു സാധ്യതയായിട്ട് വരും. കൂടി വരും. അപ്പോൾ 0, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്. ഇത് ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ. 0, 1, 3, 9, 2, 4, 10, 5, 6, 8, 11, 12. അപ്പോൾ x³ + y⁴ എന്നുള്ളത് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സാണ് മുകളിൽ എഴുതിയത്. അതിൽ 0 മുതൽ 12 വരെയുള്ള എല്ലാ റിമൈൻഡേഴ്സും ഉണ്ട്, പക്ഷെ 7 വരുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ ഇക്വേഷൻ നമ്പർ നേരത്തെ ഒരു ഇക്വേഷൻ നമ്പർ ഉണ്ടായിരുന്നു. അത് പ്രകാരം 19⁻9 എന്നുള്ളത് നിങ്ങൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 റിമൈൻഡർ കിട്ടുന്നു എന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 19⁻9 ഒരിക്കലും x⁻3 + y⁴ എന്ന ഫോമിൽ എഴുതാൻ കഴിയില്ല. അങ്ങനെയാണ് പ്രൂഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. ഇനി അതേപോലെ തന്നെ there is no integer of the form
8n plus 7 can be expressed as a sum of 3 squares. 3 squaresൻ്റെ സമ്മായിട്ട് 8n plus 7 എഴുതാൻ കഴിയില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ റോ എഡീഷനാണ്, സോറി ഇവിടെ 8n plus 7 8n plus 7നെയും നമ്മൾ 3 നമ്പേഴ്സിൻ്റെ സ്ക്വയറായിട്ട് എഴുതാൻ കഴിയും. കോൺട്രഡിക്ഷൻ മെത്തേഡ് തന്നെ ചെയ്യുമ്പം നമ്മളങ്ങനെ എഴുതാൻ കഴിയും എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതുന്നു, എന്ന് പറയുന്ന നമ്പറിനെ അങ്ങനെ എഴുതാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ ആ 8n plus n എന്ന് പറഞ്ഞാൽ 8n plus 7 ആണ്, അതിന് x square plus y square plus z square എന്ന് എഴുതുന്നു. അങ്ങനെ നിങ്ങൾക്ക് n x y z എന്ന് പറയുന്ന ഇൻഡിജേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ കിട്ടുന്നത്. അപ്പോൾ n നമുക്ക് 8n plus 7 n ഈക്വൽ ടു 8n plus 7 എന്ന് പറഞ്ഞാൽ n കോൺഗ്രുവൻ്റ് ടു 7 mod 8 എന്നാണ്. അതിന് നമുക്കൊരു ഇക്വേഷൻ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്തെങ്കിലും എഴുതാം. അപ്പോൾ അതായത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ എന്നുള്ളത് കോൺഗ്രുവൻ്റ് ടു 7 mod 8 എന്ന് കിട്ടും. ഇനി നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തൊക്കെ റിമൈൻഡർ ആവാനാണ് സാധ്യത എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്താൽ കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം, എക്സ് കോൺഗ്രുവൻ്റ് ടു 0 1 2 3 4 5 6 7 ഇത് മാത്രമേ ഏത് നമ്പറിനും അങ്ങനെ തന്നെയാണ്. ഇതാണ് ലീസ്റ്റ് റെസിഡ്യൂസ്. ഈ 8 നമ്പേഴ്സാണ് ഏതൊരു നമ്പറിനെയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ്. പക്ഷെ നമുക്കറിയാം 5 കോൺഗ്രുവൻ്റ് ടു -3 mod 8ഉം, കാരണം 5 പ്ലസ് 3 എന്നുള്ള 8 ആണ്. അതേപോലെ 6 പ്ലസ് 2 എന്നുള്ളത് 8 ആണ്. 7 പ്ലസ് 1 എന്നുള്ള 8 ആണ്. അതുകൊണ്ട് 5 കോൺഗ്രുവൻ്റ് ടു -3 mod 8, 6 കോൺഗ്രുവൻ്റ് ടു -2 mod 8, 7 കോൺഗ്രുവൻ്റ് ടു -1 mod 8. അപ്പോൾ ഇത്ര ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി എക്സ് കോൺഗ്രുവൻ്റ് ടു 0 1 2 3 4, 5 കോൺഗ്രുവൻ്റ് ടു -3, 6 കോൺഗ്രുവൻ്റ് ടു -2, 7 കോൺഗ്രുവൻ്റ് ടു -1. ഇനി അതിൻ്റെ പവേഴ്സ് എടുത്താൽ 0 എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 0 സ്ക്വയർ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ, പിന്നെ ഇവിടെ -3 സ്ക്വയർ -2 സ്ക്വയർ -1 സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 0 1 4 9 4 9 4 1 എന്ന് വരും. ഇവിടെ 16 ആണ്, 9 കഴിഞ്ഞ് 16 ആണ്. ഇനി വീണ്ടും ഓരോന്നിൻ്റെയും mod 8 എടുക്കുമ്പം എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 0 1 4 1 0 1 4 1 mod 8. അപ്പോൾ ഇതിൽ കുറേ എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നതാണ്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ എക്സ് സ്ക്വയറിന് കോൺഗ്രുവൻ്റ് ടു 0 1 4. അതേപോലെ വൈ സ്ക്വയർ കോൺഗ്രുവൻ്റ് ഇത്രയൊക്കെ തന്നെ, സെഡ് സ്ക്വയർ കോൺഗ്രുവൻ്റും ഇത് തന്നെ. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന സാധ്യതകൾ 0 0 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 0 വരും. 0യും 0യും 1ഉം 1 വരാൻ സാധ്യതയുണ്ട്. 0യും 0യും 4ഉം 4 വരാൻ സാധ്യതയുണ്ട്. 0യും 1ഉം 4ഉം 5 സാധ്യതയുണ്ട്. 0യും 4ഉം 4ഉം 8 സാധ്യതയുണ്ട്. പിന്നെ 1 1 4 എന്ന് പറഞ്ഞാൽ 6 ആണ്. 4 4 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. 1 4 4 എന്ന് പറഞ്ഞാൽ 9 ആണ്. 1ഉം 1ഉം 0 1 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. പിന്നെ 1 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ആകെ സാധ്യതകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് കോൺഗ്രുവൻ്റ് ടു 0 1 2 3 4 5 6 mod 8. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ നോട്ട് കോൺഗ്രുവൻ്റ് ടു 7 mod 8 എന്ന് കിട്ടും. അപ്പോൾ അത് കോൺട്രഡിക്ഷനാണ്. കാരണം അത് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പ്രകാരം എഴുതിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് ഇതിൽ കാരണം 7 വരുന്നില്ല, അതുകൊണ്ടാണ് 7 8 കോൺഗ്രുവൻ്റ് അല്ല എന്ന് പറഞ്ഞത്. പക്ഷെ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് n കോൺഗ്രുവൻ്റ് ടു 7 mod 8 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ ഒരു ഇൻറ്റിജറിനെ 8n plus 7 ഫോമിലുള്ള ഒരു ഇൻറ്റിജറിനെ ഇങ്ങനെ
എഴുതാൻ കഴിയില്ല. ഇനി അടുത്തൊരു എക്സാമ്പിൾ 4.8 നമ്മൾ 16⁻53 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ 16⁻53 ഇതിന് മുമ്പ് ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്കറിയാം 16 എന്നുള്ളത് 2 mod 7 ആണ്. ഇനി നിങ്ങൾ അതിൻ്റെ raised-to-53 പവർ എടുക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പിൽ അത്രേ ചെയ്യുന്നുള്ളൂ. raised-to-53 പവർ എടുക്കുക. അപ്പോൾ 16⁻53 congruent to 2⁻53 mod 7 അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി 2⁻53 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാനുള്ള റിമൈൻഡർ കാണാം. നമുക്ക് വേറെ രീതിയിൽ കാണാം. 2⁻1 എന്ന് പറയുന്നത് 2 തന്നെയാണ് mod 7. 2² എന്ന് പറഞ്ഞാൽ 4 mod 7. 2³ എന്ന് പറഞ്ഞാൽ 1 mod 7. അപ്പോൾ അവിടെ നിർത്താം. കാരണം ഇത് ലീസ്റ്റ് ആയി വിടാം. ഏറ്റവും ലീസ്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ പവർ എടുക്കാനുള്ള എളുപ്പത്തിനാണ്. ഇപ്പോൾ 2³ congruent to 1 mod 7 കിട്ടി. ഇനി 53 നമ്മൾ 3ൻ്റെ മൾട്ടിപ്പിളിൽ എഴുതിയിട്ട് റിമൈൻഡർ വെച്ച് എഴുതുകയാണെങ്കിൽ 3⁻17 അല്ല 53 എന്ന് പറയുന്നത് 3 × 17 + 2 എന്ന് എഴുതാൻ കഴിയും നമുക്കറിയാം. ഇപ്പോൾ 2⁻53 എന്ന് പറയുന്നത് 2⁻3 × 17 + 2 2⁻17 × 2⁻2. ഇപ്പോൾ 2⁻53 എന്ന് പറയുന്നത് 2³ 17 × 2⁻2 mod 7. ഇനി 2³ congruent to 1 mod 7 അതുകൊണ്ട് 1⁻17 × 4 mod 7 അതായത് 2⁻53 എന്നുള്ളത് 4 mod 7 കിട്ടും. അപ്പോൾ അത് 1ഉം 2ഉം ട്രാൻസിറ്റിവിറ്റിയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1ഉം 2ഉം ട്രാൻസിറ്റിവിറ്റിയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 16 കാരണം നമ്മളിവിടെ 2⁻53 congruent to 16⁻53 നമ്മൾ പറഞ്ഞിട്ട്. അപ്പോൾ 16⁻53 congruent to 4 mod 7 കിട്ടും. അപ്പോൾ അതാണ് അതിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത എക്സാമ്പിൾ 4.9 ഇതേപോലെ 3⁻247 റിമൈൻഡർ കാണാനാണ് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇതേപോലെ കോൺഗ്രൻസ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാവുന്നൊരു കാര്യം 3 congruent to 3 mod 17 ആണെന്ന് അറിയാം. 3ൻ്റെ പവേഴ്സ് ആദ്യം തന്നെ നമുക്ക് നോക്കാം. എത്ര പവർ വരെ പോകാൻ പറ്റും നോക്കാം. അപ്പോൾ 3² congruent to 9 mod 17, 3³ congruent to 10 mod 17. അവിടെ നിർത്താം നമുക്ക് തൽക്കാലം. കാരണം 10 കിട്ടിയുണ്ട് പവറൊക്കെ കാണാൻ എളുപ്പമാണ്. ഇവിടെ 3³ congruent to 10 mod 17 ഇക്വേഷൻ നമ്പർ 1 എഴുതാം. ഇനി നമ്മൾ 3³ congruent to 10 mod 17 എന്നുള്ള റിസൾട്ടാണ് ഇനി നമ്മൾ അങ്ങോട്ട് ഉപയോഗിക്കുന്നത് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3⁻6 എന്ന് പറയുമ്പോൾ 100 mod 17 വരും. പക്ഷേ 100 എന്ന് പറയുന്നത് 6 × 17 ± 2 ആണ്. അപ്പോൾ ഈ 100 congruent to -2 mod 17 എന്ന് എഴുതാം നമുക്ക്. ഇപ്പോൾ 3⁻6 congruent to -2 mod 17 എന്നുണ്ട്. -2 mod 17. ഇപ്പോൾ 4th പവർ എടുക്കുക രണ്ട് സൈഡിലും. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3⁻24 വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ 16 വരും. 16 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ 3⁻24 congruent to -1 mod 17. 247 എങ്ങനെ എഴുതാം നമുക്ക്? 240 × 10 + 7 എന്ന് എഴുതാം. അപ്പോൾ 3⁻247 എന്നുള്ളത് 3⁻24 × 10 × 3⁻7. ഇപ്പോൾ 3⁻247 എന്നുള്ളത് 3⁻2 അത് നമ്മൾ പറഞ്ഞു. ഇനി 3⁻24 congruent to -1 mod 17 നമുക്കറിയാം. അതുകൊണ്ട് ദിസ് ഈസ് congruent to -1 mod
-1 മോഡ് 10 ഇൻറ്റു 3⁻7 മോഡ് 7, അതായത് 3⁻7 മോഡ് 17, മോഡ് 7 ആണ്, 7 അല്ല 17. 3⁻7 എന്നുള്ളതിനെ 3⁻6 ഇൻറ്റു 3 എന്ന് എഴുതാം. അതിൽ 3⁻6 നമ്മൾ കണ്ടിട്ടുണ്ട് കോൺഗ്രുവൻ്റ് ടു -2 മോഡ് 17 ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -6 മോഡ് 17 കിട്ടും. പക്ഷെ നമുക്കറിയാം -6 കോൺഗ്രുവൻ്റ് ടു 11 മോഡ് 17 ആണ്. അപ്പോൾ 3⁻247 കോൺഗ്രുവൻ്റ് ടു 11 മോഡ് 17 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് റിമൈൻഡറായിട്ട് വരുന്നത്. 11 ആണ് നമ്മുടെ 3⁻47നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുള്ള റിമൈൻഡർ. ഇങ്ങനെ കോൺഗ്രുവൻസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഒരുപാട് പ്രോബ്ലം ഇതുപോലെ ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ കഴിയുന്നു.